രണ്ട് വരി പറഞ്ഞാൽ ഏത് കമ്പനിയും തകർന്നു പോകും. അടുത്ത സ്റ്റീവ് ജോബ്സ് ആവേണ്ടിയിരുന്ന വ്യക്തി 1980കളിൽ ഹെൻറി ഫോർഡുമായിട്ട് താരതമ്യം ചെയ്യപ്പെട്ട മനുഷ്യൻ ആദം ഓസ്ബോൺ രണ്ട് വരി പറഞ്ഞു, കമ്പനി തകർന്നു. കാര്യം ഞാൻ പറയാം, വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കൂ. വലിയ കമ്പനികൾക്കല്ലാതെ വ്യക്തികളിലേക്ക് കമ്പ്യൂട്ടറുകൾ എത്തിയിട്ടില്ലാത്ത സമയത്ത് സ്വന്തമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് PC പുറത്തിറക്കിയ കമ്പ്യൂട്ടർ ഡിസൈനർ ആയിരുന്നു ആദം ഓസ്ബോൺ. അദ്ദേഹത്തിൻ്റെ ഓസ്ബോൺ 1 ആയിരുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള PC. മാസം 10,000 യൂണിറ്റുകൾ വിറ്റുപോയി ഏതാണ്ട് 70 മില്യണാണ് കമ്പനി അന്ന് ജനറേറ്റ് ചെയ്തത്. എന്നാൽ ഈ സമയത്ത് ആദം ഓസ്ബോൺ വലിയൊരു മണ്ടത്തരം കാണിച്ചു. ഇതിലും വളരെ മികച്ചൊരു PC നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്ന രണ്ട് വരിയാണ് പുള്ളി പറഞ്ഞത്. എന്നാൽ പിന്നെ എന്തിനാണ് ഇപ്പോഴേ മേടിക്കുന്നത്, നല്ല PC ഇറങ്ങിയിട്ട് മേടിച്ചാൽ പോരെ എന്ന് ജനങ്ങളും ചിന്തിച്ചു. അങ്ങനെ കമ്പനിയുടെ സെയിൽസ് കുത്തനെ ഇടിഞ്ഞു എന്ന് മാത്രമല്ല, 2 വർഷം കൊണ്ട് കമ്പനി പൂട്ടിക്കെട്ടേണ്ടി വന്നു. കമ്പനി പൂട്ടാൻ മറ്റ് കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എങ്കിലും വരാനിരിക്കുന്ന അപ്ഡേറ്റുകളെക്കുറിച്ചോ പുതിയ മോഡലുകളെക്കുറിച്ചോ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വിളിച്ചു പറഞ്ഞ് നിലവിലുള്ള മോഡലുകളുടെ സെയിൽസിനെ ഇടിക്കുന്നതിനെ അന്ന് തൊട്ട് ഓസ്ബോൺ എഫക്റ്റ് എന്ന് വിളിച്ചു തുടങ്ങി. ആപ്പിൾ ഓരോ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്തും ഇതിലും വലുതിനി വരാനില്ല എന്നതുപോലെ ദി ബെസ്റ്റ് എവർ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.